സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ നിത്യജീവിതത്തിലൊക്കെ ചോദിക്കുന്ന 10 ചോദ്യങ്ങളാണ്. അതിൻ്റെ 60 ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴല്ല ഏത് ഭാഷ സംസാരിക്കുമ്പോഴും നമ്മൾ കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കുക, അതായത് നീ ഭക്ഷണം കഴിച്ചോ, നീ എവിടെയാണ് പോകുന്നത്, അവൻ വന്നോ, ഇങ്ങനത്തെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിന് ഒരു 1000 ലൈക്കാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ താഴെ ഈ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കമൻറ്റിൽ. നിങ്ങൾ അതിൻ്റെ ഉത്തരം ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ എഴുതുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം, നിങ്ങൾ എവിടെ നിന്നാണ് അല്ലെങ്കിൽ നീ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ. അതെങ്ങനെ ചോദിക്കും? വേർ ആർ യു ഫ്രം, വേർ ആർ യു ഫ്രം, വേർ ആർ യു ഫ്രം, വേർ ആർ യു ഫ്രം. ഓക്കെ, അതിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഐ എം ഫ്രം കേരള, ഞാൻ കേരളത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ എ സ്മോൾ ടൗൺ നിയർ കോട്ടയം. ഇപ്പോഴും ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ളതാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എ സ്മോൾ ടൗൺ നിയർ കോട്ടയം. ഐ വാസ് ബോൺ ഇൻ ബാംഗ്ലൂർ ആൻഡ് ബോട്ട് അപ്പ് ഇൻ കൊച്ചി. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഉണ്ടായത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. പക്ഷേ വളർന്നത് എവിടെയാണ്? ഞാൻ കൊച്ചിയിലാണ്. നമ്മൾ ശ്രദ്ധിക്കുക, ഐ എം ഫ്രം കേരള, ഐ എം ഫ്രം കേരള. എ സ്മോൾ ടൗൺ നിയർ കോട്ടയം, എ സ്മോൾ ടൗൺ നിയർ കോട്ടയം. I was born in Bangalore and brought up in Kochi. I was born in Bangalore and brought up in Kochi. അല്ലെങ്കിൽ ബ്രോട്ടപ്പിന് പകരം റേസ്ഡ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഐ വാസ് ബോൺ ഇൻ ബാംഗ്ലൂർ ആൻഡ് റേസ്ഡ് ഇൻ കൊച്ചി. ഐ എം ഒറിജിനലി ഫ്രം ഇന്ത്യ ബട്ട് ഐ ഗ്രൂ അപ്പ് ഇൻ ദുബായ്. ഓക്കെ, ഞാൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്നാണ്, പക്ഷേ ഞാൻ വളർന്നത് എവിടെയാണ്? ദുബായിലാണ്. ഐ എം ഒറിജിനലി ഫ്രം ഇന്ത്യ ബട്ട് ഗ്രൂ അപ്പ് ഇൻ ദുബായ്. ഐ എം ഒറിജിനലി ഫ്രം ഇന്ത്യ ബട്ട് ഐ ഗ്രൂ അപ്പ് ഇൻ ദുബായ്. My father was in army, so our family moved around a lot when I was a child. എൻ്റെ പിതാവ് ആർമിയിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി സ്ഥലത്തൂടെ മാറി മാറി താമസിച്ചിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. My father was in army, so our family moved around a lot when I was a child. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, a tiny village that no one has ever heard of. ആരും കേട്ടിട്ടില്ലാത്ത ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എ ടൈനി വില്ലേജ് ദാറ്റ് നോ വൺ ഹാസ് എവർ ഹേർഡ് ഓഫ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു വില്ലേജ് ഏതാണെന്ന് ചോദിച്ചാൽ പാലപ്ര എന്നാണ് എൻ്റെ വില്ലേജിൻ്റെ പേര്. അത് നിങ്ങൾ ആരും കേട്ടിട്ടില്ലായിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? എ ടൈനി വില്ലേജ് ദാറ്റ് നോ വൺ ഹാസ് എവർ ഹേർഡ് ഓഫ്. എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ആർ യു, ഹൗ ഓൾഡ് ആർ യു, ഹൗ ഓൾഡ് ആർ യു. ഇതിനെ പറ്റിയ ഉത്തരങ്ങൾ ഞാൻ എൻ്റെ തന്നെ ഉത്തരമാണ് പറയുന്നത്. 38. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഐ എം 38 years old. I am 38 years old. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ഹൗ ഓൾഡ് ഡു യു തിങ്ക് ഐ ആം. ഓക്കെ, നിങ്ങൾക്ക് എനിക്ക് എത്ര വയസ്സുണ്ടെന്നാണ് തോന്നുന്നത്? ഹൗ ഓൾഡ് ഡു യു തിങ്ക് ഐ ആം, ഹൗ ഓൾഡ് ഡു യു തിങ്ക് ഐ ആം. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഐ വിൽ ബി 39 നെക്സ്റ്റ് ജൂൺ. അപ്പോൾ എൻ്റെ ജൂണിലാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ പറയാം, അടുത്ത വർഷം ജൂണിൽ എനിക്ക് 39 വയസ്സാകും എന്നെങ്ങനെ പറയാം? ഐ വിൽ ബി 39 നെക്സ്റ്റ് ജൂൺ. I will be 39 next June. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, നീ പറയാം എനിക്ക് എത്ര ഉണ്ടെന്ന്. യു ഗസ്, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ ഗസ്. ഹൗ ഓൾഡ് ഡു ഐ ലുക്ക്, എന്നെ കണ്ടിട്ട് എത്ര തോന്നുന്നു? ഹൗ ഓൾഡ് ഡു ഐ ലുക്ക്. ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്ന അല്ലേ, ഇങ്ങനത്തെ ഉത്തരങ്ങളൊക്കെ പറയാം. നമ്മൾ പ്രായം ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറയാറില്ലേ? ഹൗ ഓൾഡ് ഡു ഐ ലുക്ക്, ഹൗ ഓൾഡ് ഡു ഐ ലുക്ക്. നോ കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനെ പറയാം, നോ കമൻറ്റ്. അല്ലെങ്കിൽ നമുക്കൊരു ഉപദേശമായിട്ട് വേണമെങ്കിൽ പറയാം, യു ഷുഡ് നെവർ ആസ്ക് പീപ്പിൾ ദെയർ ഏജ്, യു ഷുഡ് നെവർ ആസ്ക് പീപ്പിൾ ദെയർ ഏജ്. എന്താണ് ജോലി? വാട്ട് ഡു യു ഡു, വാട്ട് ഡു യു ഡു, വാട്ട് ഡു യു ഡു. ഐ എം എ സ്റ്റുഡൻറ്റ്, ഐ എം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഐ എം എ സ്റ്റുഡൻറ്റ്. ഐ എം ഡൂയിങ് എ ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ്. ഓക്കെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഡൂയിങ് എ ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ്. ഐ വർക്ക് ഫോർ മൈ ബ്രദർ. ഓക്കെ, എൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഐ വർക്ക് ഫോർ മൈ ബ്രദർ. ഞാൻ ഒരു ജോലിക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്, ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്. ഞാനൊരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഐ വർക്ക് ഇൻ എ ബാങ്ക്, ഐ വർക്ക് ഇൻ എ ബാങ്ക്, ഐ വർക്ക് ഇൻ എ ബാങ്ക്. എനിക്കൊരു ബിസിനസ് ഉണ്ട്. ഐ റൺ മൈ ഓൺ ബിസിനസ്, ഐ റൺ മൈ ഓൺ ബിസിനസ്. ഞാൻ റിട്ടയറായി, ഞാനൊരു ബസ് ഡ്രൈവർ ആയിരുന്നു. ഐ എം റിട്ടയർഡ് നൗ, ഐ യൂസ് ടു ബി എ ബസ് ഡ്രൈവർ. ഐ എം റിട്ടയർഡ് നൗ, ഐ യൂസ് ടു ബി എ ബസ് ഡ്രൈവർ. ഐ എം റിട്ടയർഡ് നൗ, ഐ യൂസ് ടു ബി എ ബസ് ഡ്രൈവർ. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ്? വാട്ട് ആർ യുവർ ഇൻട്രസ്റ്റ്, വാട്ട് ആർ യുവർ ഇൻട്രസ്റ്റ്, വാട്ട് ആർ യുവർ ഇൻട്രസ്റ്റ്. നമുക്കിവിടെ വായിക്കുന്നത് എനിക്കിഷ്ടമാണ്. റീഡിങ് എന്ന് മാത്രം പറഞ്ഞാലും മതി. റീഡിങ്, അല്ലെങ്കിൽ ഐ ലൈക്ക് മ്യൂസിക്, ഐ ലൈക്ക് മ്യൂസിക്. ഐ എം റിയലി ഇൻ ടു മൊബൈൽ ഗെയിംസ്. ഇപ്പോൾ ഒരുപാട് പേര് അതാണല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? എനിക്ക് മൊബൈലിൽ ഗെയിം കളിക്കാനാണ്. ഐ എം റിയലി ഇൻ ടു മൊബൈൽ ഗെയിംസ്.
My main interest is photography. My main interest is photography. I'm a big cricket fan. എനിക്ക് ക്രിക്കറ്റ് വലിയ ഇഷ്ടമാണ്. ഐ എം എ ബിഗ് ക്രിക്കറ്റ് ഫാൻ. എനിക്ക് കലകൾ വലിയ ഇഷ്ടമാണ്. ഐ എം റിയലി കീൻ ഓൺ ആർട്ട്. ഐ എം റിയലി കീൻ ഓൺ ആർട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഗാർഡനിങ് ആണ്. വാട്ട് ഐ മോസ്റ്റ് എൻജോയ് ഡൂയിങ് ഈസ് ഗാർഡനിങ്. What I most enjoy doing is gardening. ഇപ്പോൾ മീൻപിടുത്തമാണെങ്കിലോ what I most enjoy doing is fishing. ഒക്കെ നമുക്കിതെല്ലാം മാറ്റി മാറ്റി പറയാം കേട്ടോ. ഞാൻ ചുമ്മാ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്കൊരു എളുപ്പത്തിനായിട്ട്. എപ്പോഴെങ്കിലും സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സൈക്ലിങ്ങിന് പോകും. സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പോകും. I go cycling whenever I have any free time. I go cycling whenever I have any free time. വയലിൻ വായിക്കാൻ വലിയ ഇഷ്ടമാണ്. I love to play violin. I love to play violin. നിങ്ങൾ കല്യാണം കഴിച്ചാണോ? Are you married? Are you married? Are you married? അതെ, വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ വെരി ഹാപ്പിലി, വെരി ഹാപ്പിലി. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് കല്യാണം കഴിച്ചത്. ഐ ഗോട്ട് മാരീഡ് ലാസ്റ്റ് വീക്ക് ആക്ച്വലി. ഐ ഗോട്ട് മാരീഡ് ലാസ്റ്റ് വീക്ക് ആക്ച്വലി. 2 വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ട് 2 വർഷമായി. യെസ്, ഐ ഹാവ് ബീൻ മാരീഡ് ഫോർ 2 years now. Yes, I have been married for 2 years now. അടുത്ത മാസമാണ് എൻ്റെ കല്യാണം. I am getting married next month. I am getting married next month. I am getting married next month. നിർഭാഗ്യവശാൽ ഞാൻ കല്യാണം കഴിച്ചതാണ് എന്നിങ്ങനെ നിരാശയോടെ ആൾക്കാർ പറയത്തില്ല. എങ്ങനെ എന്തോ പറയാൻ പറ്റും? Unfortunately I am. Unfortunately I am. ഞാൻ കല്യാണം കഴിച്ചതായിരുന്നു, ഇപ്പോഴല്ല, ബന്ധം വേർപെടുത്തി എന്നൊക്കെയാണ് എൻ്റെ അത് ഉദ്ദേശിക്കുന്നത്. I used to be. I used to be. I used to be. അല്ലെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ടങ്ങ് പറയണത് ഞാൻ ഡിവോഴ്സ് ആണ്, ഡിവോഴ്സ് ചെയ്താണ്, വിവാഹമോചനം നേടിയ ഒരാളാണ്. ഐ എം ഡിവോഴ്സ്ഡ്. ഐ എം ഡിവോഴ്സ്ഡ്. ഐ എം ഡിവോഴ്സ്ഡ്. കല്യാണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയൊരു പരിപാടിയല്ല എന്നൊക്കെ ആൾക്കാർ പറയും. നോ, മാരേജ് ഈസൻറ്റ് ഫോർ മീ. നോ, മാരേജ് ഈസൻറ്റ് ഫോർ മീ. നോ, മാരേജ് ഈസൻറ്റ് ഫോർ മീ. എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡു യു ലിവ്? വേർ ഡു യു ലിവ്? വേർ ഡു യു ലിവ്? ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ഐ ലിവ് ഇൻ ബാംഗ്ലൂർ. ഐ ലിവ് ഇൻ ബാംഗ്ലൂർ. ഞാൻ ഇപ്പോൾ ദുബൈയിലാണ് താമസിക്കുന്നത്. കുറച്ച് കാലത്തേക്കായിരിക്കും അല്ലേ? ഐ എം ലിവിങ് ഇൻ ദുബൈ അറ്റ് ദ മൊമെൻറ്റ്. ഐ എം ലിവിങ് ഇൻ ദുബൈ അറ്റ് ദ മൊമെൻറ്റ്. ഇവിടെ അടുത്ത് തന്നെയാണ്. നോട്ട് ഫാർ ഫ്രം ഹിയർ. നോട്ട് ഫാർ ഫ്രം ഹിയർ. നോട്ട് ഫാർ ഫ്രം ഹിയർ. ഇവിടെ അടുത്താ. ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. എന്താ അങ്ങനെ ചോദിച്ചു? വൈ ഡു യു ആസ്ക്? എവിടെ താമസിക്കുന്നത് എന്തിനാണ് ചോദിച്ചത്? വൈ ഡു യു ആസ്ക്? ഇൻ ദ സിറ്റി സെൻറ്റർ. ഓക്കെ, സിറ്റിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇൻ ദ സിറ്റി സെൻറ്റർ. ആരുടെ കൂടെയാണ് താമസിക്കുന്നത്? ഹു ഡു യു ലീവ് വിത്ത്? ഹു ഡു യു ലീവ് വിത്ത്? ഹു ഡു യു ലീവ് വിത്ത്? ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഐ ലീവ് എലോൺ. ഐ ലീവ് എലോൺ. ഐ ലീവ് എലോൺ. അല്ല, ഇങ്ങനെ വേണമെങ്കിലും പറയാം. ഐ ലീവ് ഓൺ മൈ ഓൺ. ഐ ലീവ് ഓൺ മൈ ഓൺ. എൻ്റെ മാതാപിതാക്കളുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. വിത്ത് മൈ പാരൻസ്. എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കൂടെയാണ് താമസിക്കുന്നത്. ഐ ലിവ് വിത്ത് മൈ വൈഫ് ആൻഡ് ഡോട്ടർ. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ അല്ലേ, വിത്ത് മൈ വൈഫ് ആൻഡ് ഡോട്ടർ. വിത്ത് മൈ വൈഫ് ആൻഡ് ഡോട്ടർ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഷെയർ ആയിട്ടാണ് താമസിക്കുന്നത്. ഇപ്പോൾ ദുബൈയിലൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ, ബാച്ചിലേഴ്സൊക്കെ ആയിരിക്കുമ്പം. ഐ ഷെയർ എ ഫ്ലാറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ ഷെയർ എ ഫ്ലാറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ ഷെയർ എ ഫ്ലാറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ കൂടെ ഞാനും പിന്നെ എൻ്റെ ഒരു പട്ടിയുണ്ട്, അത്രേ ഉള്ളൂ എന്നാണ് അങ്ങനെ പറയാൻ പറ്റും. ദർ ഇസ് ജസ്റ്റ് മീ ആൻഡ് മൈ ഡോഗ്. ദർ ഇസ് ജസ്റ്റ് മീ ആൻഡ് മൈ ഡോഗ്. നീ ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നാലും പറയാം അല്ലേ. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങൾ എത്ര നാളായിട്ട് ഇവിടെ താമസിക്കുന്നു? ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഹിയർ? ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഹിയർ? ഓക്കെ, ഇതുപോലെ തന്നെ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണല്ലേ. ഇതുപോലെ തന്നെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനും ഇങ്ങനെ ഒരു മീനിങ് ഉണ്ട്. എന്താണ്? ഹൗ ലോങ് ഹാവ് യു ലീവ്ഡ് ഹിയർ എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ എത്ര നാൾ താമസിച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര നാളായിട്ട് താമസിക്കുന്നുണ്ട് എന്നുള്ളൊരു അർത്ഥവും കൂടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിന് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ നിങ്ങളോടൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത്ര കോമൺ അല്ല. കോമൺ ആയിട്ട് ചോദിക്കുന്ന ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഹിയർ എന്നാണ് കോമൺ ആയിട്ട് ചോദിക്കുന്നത്. 1.5 വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുകയാണ്. എ ഇയർ ആൻഡ് എ ഹാഫ്. എ ഇയർ ആൻഡ് എ ഹാഫ്. 6 വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. ഫോർ 6 years now. ഫോർ 6 years now. ഞാൻ ഇവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഓൾ മൈ ലൈഫ്, അല്ലെങ്കിൽ സിൻസ് ഐ വാസ് ബോൺ. സിൻസ് ഐ വാസ് ബോൺ. 2012 മുതൽ ഞാനിവിടെയാണ് താമസിക്കുന്നത്. സിൻസ് 2012. സിൻസ് 2012. 2012 എന്ന് സാധാരണ ഇംഗ്ലീഷിൽ പറയാറില്ല, തെറ്റൊന്നുമില്ല കേട്ടോ, അങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ 2012 എന്നാണ് സാധാരണ പറയുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഒരു ക്ലാസ് എടുത്തതാണല്ലേ.
ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് ഐ ഗോട്ട് മാരീഡ്. ഓക്കെ, എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് ഐ ഗോട്ട് മാരീഡ്. ഞാനിപ്പോൾ അങ്ങ് വന്നേ ഉള്ളൂ, കുറച്ച് കാലം ആയതേ ഉള്ളൂ എന്നങ്ങനെ പറയാൻ പറ്റും. ഐ ഹാവ് ഓൺലി ജസ്റ്റ് മൂവ്ഡ് ഇൻ. നീ പാചകം ചെയ്യുമോ, അല്ലെങ്കിൽ നിനക്ക് പാചകം അറിയാമോ എന്നങ്ങനെ ചോദിക്കും. ക്യാൻ യു കുക്ക്, അല്ലെങ്കിൽ ഡു യു കുക്ക് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ക്യാൻ യു കുക്കാണ് കൂടുതൽ കോമൺ. ക്യാൻ യു കുക്ക്? എനിക്ക് മുട്ട പുഴുങ്ങാനും അറിയാം, കാപ്പി ഉണ്ടാക്കാനും അറിയാം. ഐ ക്യാൻ ബോയിൽ ആൻ എഗ് ആൻഡ് മേക്ക് കോഫി. ഐ ക്യാൻ ബോയിൽ ആൻ എഗ് ആൻഡ് മേക്ക് കോഫി. ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം. ഐ എം ഗുഡ് അറ്റ് മേക്കിംഗ് കേക്ക്സ്. ഐ എം ഗുഡ് അറ്റ് മേക്കിംഗ് കേക്ക്സ്. എനിക്കറിയാം, പക്ഷെ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഐ ക്യാൻ ബട്ട് ഐ പ്രിഫർ നോട്ട് ടു. ഐ ക്യാൻ ബട്ട് ഐ പ്രിഫർ നോട്ട് ടു. അറിയത്തില്ല കേട്ടോ, സാധാരണ കുക്കിംഗ് ഞാൻ ഭാര്യയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോ, ഐ ലീവ് ദ കുക്കിംഗ് ടു മൈ വൈഫ്. നോ, ഐ ലീവ് ദ കുക്കിംഗ് ടു മൈ വൈഫ്. നോ, ഐ ലീവ് ദ കുക്കിംഗ് ടു മൈ വൈഫ്. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിനക്കറിയാവോ? നമ്മളോട് ചോദ്യം ചോദിച്ചാൽ തിരിച്ചു ചോദിക്കാം അല്ലേ. ക്യാൻ യു കുക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് ചോദിക്കാം, ക്യാൻ യു? നിനക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവോ? ആർ യു ഗുഡ് അറ്റ് ഇംഗ്ലീഷ്? ആർ യു ഗുഡ് അറ്റ് ഇംഗ്ലീഷ്? ആർ യു ഗുഡ് അറ്റ് ഇംഗ്ലീഷ്? ഓ, വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. നോട്ട് റിയലി. നോട്ട് റിയലി. നോട്ട് റിയലി. യെസ്, ഐ തിങ്ക് ഐ ആം. എനിക്ക് തോന്നുന്നു എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. യെസ്, ഐ തിങ്ക് ഐ ആം. ഐ എം ഗെറ്റിംഗ് ബെറ്റർ. ഓക്കെ, ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇംഗ്ലീഷ്. ഐ എം ഗെറ്റിംഗ് ബെറ്റർ. ഐ എം ഗെറ്റിംഗ് ബെറ്റർ. ആളുകൾ പറയുന്നത് എനിക്കറിയാവുന്നതാണ്. പീപ്പിൾ സേ ഐ ആം. പീപ്പിൾ സേ ഐ ആം. പീപ്പിൾ സേ ഐ ആം. എന്നാ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്താ ചോദിച്ചത്? ഐ എം സോറി, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെഡ്. ഐ എം സോറി, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെഡ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ 10 ചോദ്യങ്ങളും താഴെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരങ്ങൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.